കായംകുളം പുള്ളിക്കണക്ക് സഹകരണ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി പ്രശസ്ത കവിയും സിനിമാ നാടക ഗാനരചയിതാവുമായിരുന്ന യശശരീരനായ AP ഗോപാലൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കായംകുളം DYSP N ബാബുക്കുട്ടൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് സുഭാഷ് CS അധ്യക്ഷത വഹിച്ചു. KPSC സോമലത അനുസ്മരണ പ്രഭാഷണം നടത്തി. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N രവി, ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് I റഫീഖ്, കായംകുളം ഭാർഗവൻ, രവി, K ജനാർദ്ദനൻ, KS വിജയൻ, റോയി K ഗോപാൽ, സതീഷ് ശ്യാംസ്, AP രാജീവ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. രജി ബാലകൃഷ്ണൻ ഗാനാർച്ചന നടത്തി. സെക്രട്ടറി അനിൽകുമാർ A സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി അനിൽകുമാർ സിനിമ കവിത രചനയിൽ അദ്ദേഹത്തിൻ്റെ ആ കാലത്ത് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പക്ഷേ നമുക്ക് ആ അമൂല്യ പ്രതിഭയെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാനോ നമുക്ക് ആ രീതിയിൽ ഒരു പ്രോത്സാഹനം ചെയ്യുവാനോ നമുക്ക് ആർക്കും വന്ന് കഴിഞ്ഞതായിട്ട് തോന്നുന്നില്ല. നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ ഇടയിൽ ജനിച്ച് വളർന്ന് ജീവിച്ച ഒരു പ്രശസ്ത ഗാനരചയിതാവായിരുന്നു ശ്രീ AP ഗോപാലൻ. തിരിച്ചറിയും ഇതാണ് നമ്മുടെ ഈ എപ്പോഴും കേൾക്കുന്ന മഹാനായ ഒരു കലാകാരനാണ് നമുക്ക് തൊട്ടടുത്തുണ്ട് എന്നുള്ളത് വളരെ വൈകിയാണ് തിരിച്ചറിയുന്നത്. തീർച്ചയായിട്ടും 2000-ൽ പരം നാടക ഗാനങ്ങൾ രചിച്ച ഒരു മഹാനായ മനുഷ്യനാണ്. അപ്പം നിരവധിയായിട്ടുള്ള 28 ഓർമ്മ സിനിമാ ഗാനങ്ങൾ 28 സിനിമാ ഗാനങ്ങളിലൂടെ നമ്മുടെ നാട്ടിൽ ഒരു പടമായിരുന്നു. അപ്പം ശ്രീവിദ്യയുടെ ചെറുപ്പമാണെന്ന് അന്ന് ആ വരികൾ ഇങ്ങനെ ശ്രീവിദ്യ ഒരു പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പാടുന്ന ഒരു ഗാനമാണ്. ആര് പാടുന്നതല്ല, ബാക്ക്ഗ്രൗണ്ടിലൂടെ പാടുകയാണ്. അപ്പോൾ ഒരു ഭിക്ഷക്കാരനിരിക്കുന്നു, ഭിക്ഷക്കാരന്റെ കയ്യിലിരിക്കുന്ന അയാളെ കണ്ണു കാണാതെ ഒരു ഭിക്ഷ യാചിക്കുന്ന ഒരുത്തന്റെ പണം വേറൊരുത്തം വന്ന് അപഹരിച്ചു കൊണ്ടുപോകുന്നു. ഇതൊക്കെ നമ്മൾ കാണാതെ പോകുന്ന കാഴ്ചകളാണ്, ഇല്ലേ? കണ്ണുണ്ടെങ്കിലും കാണാതെ പോകും മണ്ണിൽ മനുഷ്യന്റെ വ്യാജമുഖങ്ങൾ. എത്രയോ വർഷത്തിന് മുമ്പ് 1980 കാലഘട്ടത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വലിയൊരു കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് പറയും. കഴിഞ്ഞ ദിവസം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞാണ് ഞാൻ വോട്ട് ചോദിക്കാനും സാറിൻ്റെ അനുഗ്രഹം വാങ്ങാനും വേണ്ടി ചെന്നപ്പോൾ സാർ എന്നോട് പറഞ്ഞു. അതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്തിൽ ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു അവസരം കിട്ടിയപ്പോൾ ജൂൺ മാസം 26-ാം തീയതിയാണ് സാറിൻ്റെ മരണപ്പെട്ട തീയതി. ഞാൻ ആദ്യം തന്നെ രാജീവണ്ണനെ വിളിച്ചിട്ട് ചേർത്ത് പറഞ്ഞു നമുക്ക് അനുസ്മരണം ഇത്തവണ. ചങ്ങനാശ്ശേരി ഗീതയിൽ നിന്നാണ്. ചങ്ങനാശ്ശേരി ഗീതാ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം AP ഗോപാലൻ സാറിൻ്റെ പാട്ടുകളായിരുന്നു. അതുപോലെ തന്നെ ആലപ്പി തിയേറ്റേഴ്സ്, അതുപോലെ കേരളത്തിനങ്ങോളം അങ്ങനെ തിരുവനന്തപുരം വരെ വടക്കോട്ടുള്ള എല്ലാ നാടക സമിതിയിലും സാറ് പാട്ട് എഴുതിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നാടകഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. 1985-ൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരനിൽ നിന്ന് ഏറ്റവും നല്ല നാടക രചയിതാവിനുള്ള അവാർഡ് വന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തോടൊപ്പം മദ്രാസിൽ പോകാൻ, ഇന്നത്തേക്ക് ചെന്നൈ, മദ്രാസിൽ പോകാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ടോ അങ്ങനെയൊന്നും കൂടുതൽ കാര്യങ്ങൾ അറിയില്ല എന്നുള്ളതായിരുന്നു സത്യം. എന്നാൽ ഞാൻ അറിഞ്ഞപ്പോൾ KPSCയിലുള്ളപ്പോൾ ഒരു ദിവസം തോപ്പിൽ ബാസ് സാർ ഒരു കത്ത് തന്നു വിട്ടു. എന്നെ വിളിച്ചിട്ട് എടി നിനക്ക് AP ഗോപാലൻ്റെ വീട് അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ എനിക്കറിയില്ല, രണ്ടാംകുറ്റിയാണെന്നറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് തന്നെ എനിക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നിട്ട് ഞാനന്ന് സൈക്കിളിൽ ചവിട്ടി പോകുന്ന സമയം, ഇവിടെ അന്ന് സ്ത്രീകളാരും പെൺകുട്ടികളാരും സൈക്കിളിൽ ചവിട്ടുന്ന ഒരു സമയമല്ല, ലേഡീസ് സൈക്കിളൊന്നും ഇറങ്ങിയിട്ടില്ലാത്ത ഒരു സമയത്ത് ഞാൻ സൈക്കിളിൽ ഈ കത്തുമായിട്ട് അവിടെ ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൃത്യമായിട്ട് ചെല്ലുകയും സാറിൻ്റെ കൈകളിൽ ഇത് കൊടുക്കുകയും ചെയ്തു. അപ്പോഴാണ് സാർ പരിചയപ്പെടുന്നത് വളരെ ലളിതമായി ജീവിക്കുന്ന ഒരു